ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ നിൽക്കുന്ന പുളിയാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ നാളുകളായിട്ട് ഇപ്പോൾ പുളി കിട്ടുന്നുണ്ട്, ഞങ്ങളത് എടുക്കാറുമുണ്ട്. ഇപ്പോൾ വർഷങ്ങളായിട്ട് എടുക്കുന്ന പുളികൾ ഇപ്പോഴും ഇരിപ്പുണ്ട് വീട്ടിൽ, നല്ല കുറേ കിട്ടുന്നുണ്ട്. പക്ഷേ കുറേ നേരത്തേക്കുള്ള പുളികളെന്ന് പറയുമ്പോൾ ചെറുതായിരുന്നു, ഇപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പുളികൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ ആദ്യത്തെ കുറച്ച് പുളികളൊക്കെ വീണ് പോയി. ഞങ്ങൾക്ക് തിരക്കായിരുന്നു, വീട്ടിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് ഇതുപോലെ എടുക്കാൻ പറ്റുന്നില്ല. അത് നല്ല രീതിയിലൊന്നും, പിന്നെ ആദ്യ സമയത്തൊക്കെ മഴയായിരുന്നില്ല കുറച്ച് നാൾ, അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കാൻ പറ്റുന്നില്ല, നന്നാക്കാൻ പറ്റുന്നില്ല, അതൊരവസ്ഥയായിരുന്നു. അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് തൊട്ട് പുളി എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടുത്തെ നല്ല വെയിലത്തൊക്കെ വെച്ച് അത് അത്യാവശ്യം ഉണക്കി ഇപ്പോഴും കിട്ടുന്നുണ്ട്, വീണുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിലിട്ട് കഴുകി നല്ല ശുദ്ധിയായിട്ടൊക്കെ എടുക്കും. പിന്നെ ഈ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ കുയിലും കാക്കയും അതുപോലെ തന്നെ മറ്റ് അണ്ണാനും ഒക്കെ വന്ന് അത് കൊത്തുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുമൊക്കെ അതൊക്കെ മാറ്റി തിരിഞ്ഞെടുത്ത് നല്ലതൊക്കെ മാത്രം സെലക്ട് ചെയ്തൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു ഷെഡുണ്ട്, ആ ഷെഡിൻ്റെ അവിടെ 2 അടപ്പാണുള്ളത്. അപ്പോൾ ആ അടപ്പിൻ്റെ മുകളിലായിട്ട് നെറ്റ് വെച്ചുള്ള ഓരോ സ്റ്റെപ്പ് 4 സ്റ്റെപ്പായിട്ട് നെറ്റ് ഷീറ്റ് കൊണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഈ പുക കൊള്ളിച്ച് എടുക്കുന്നത്. അപ്പോൾ ബാക്കി സമയം നമ്മൾ പുറത്ത് കൊണ്ട് ഇത് ഉണക്കിയെടുക്കാറാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇപ്പോൾ കണ്ടോ, ഈ കാണുന്നത് പോലെ നമ്മൾ പൈപ്പിൻ ചോട്ടിൽ വെച്ച് വെള്ളം ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് അതിൻ്റെ അകത്തെ കുരുവൊക്കെ കളഞ്ഞ് പൊളിച്ച് നല്ല സൂപ്പറാക്കി എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണെങ്കിലും വീടുകളിലുള്ള ഇങ്ങനെയുള്ള കാര്യം, പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു മനസ്സിനൊരു നല്ല സന്തോഷമാണ്. പിന്നെ ഇതൊക്കെ എപ്പോഴും ഗാർഹിക ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലരും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണക്കി ഇതുപോലെ വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എടുക്കുന്ന പുളികൾ എപ്പോഴും അയൽവക്കക്കാരൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഇൻട്രസ്റ്റാണ് വാങ്ങിക്കാനായിട്ട്. ഇച്ചിരി വില കൂട്ടി കൊടുത്താൽ പോലും വാങ്ങിച്ചോളൂ. എന്താണെന്ന് വെച്ചാൽ നല്ല പുളിയാവുമല്ലോ. നമ്മൾ നാടൻ പുളികളെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നതാകുമ്പോൾ ഏറ്റവും കൂടുതൽ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർക്കൊരു ശുദ്ധമായ ഒരു പുളി എന്നുള്ള രീതിയിൽ ആൾക്കാരെടുക്കും. അപ്പം അങ്ങനെ ഇത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത്, നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഒരു വർഷം ഇത് എടുത്തു കഴിഞ്ഞാൽ എടുക്കുന്ന പുളികൾ ഒരു 5 കിലോയിൽ കൂടുതലൊക്കെ ചിലപ്പോൾ കിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് കൊടുത്തിട്ടാണെങ്കിലും ബാക്കി നമുക്ക് ഈ പറഞ്ഞ പോലെ സൂക്ഷിക്കാൻ പറ്റും. അത് എത്ര കാലം വേണമെങ്കിലും ഇരിക്കുമല്ലോ. പഴയ പുളികളൊക്കെ ഇപ്പോഴും വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലുള്ളൊരു സെറ്റപ്പാണ്. ഇതൊക്കെ പഴയത് ഇവിടെ നിന്ന് നെറ്റും അതുപോലെ കമ്പികളൊക്കെ വെച്ച് റെഡിയാക്കുന്നതാണ്. വെറുതെ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിച്ച് നല്ല രീതിയിലൊക്കെ അത് എവിടെയെങ്കിലും വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് അത് ചെയ്തെടുക്കാം, നെറ്റ് ചെയ്തെടുക്കാം. പക്ഷെ നമ്മളൊരു നാടൻ സ്റ്റൈലിൽ ഇങ്ങനെ നെറ്റൊക്കെ കെട്ടി അതിൻ്റെ ഒരു വടിയൊക്കെ വെച്ച് കെട്ടി അങ്ങനെ ഒരു ലോക്കൽ സ്റ്റൈലിലാണ് ഇത് ചെയ്യുന്നത്. അതിനൊരു രസമല്ലേ അതൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഫ്രീ ടൈമിൽ കുറച്ച് സമയം പോകും, അതിന് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ വീട്ടിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒട്ടും കളയാതെ, ഇപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരയ്ക്കയും സപ്പോട്ട അതുപോലെ തന്നെ ജാതി, പിന്നെ ഉള്ളത് ചക്കയുണ്ട്. അപ്പോൾ അങ്ങനെ മാങ്ങ, അങ്ങനെ നമ്മുടെ കോമ്പൗണ്ടിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ അങ്ങനെ കിട്ടുന്നുണ്ട്. പുളിയുണ്ട്, സ്റ്റാർ ഫ്രൂട്ട്. അപ്പോൾ സ്റ്റാർ മറ്റേ ആ ഷേപ്പിലുള്ള പുളി ഉണ്ടല്ലോ, അപ്പോൾ അത്തരം പുളികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തത്തകൾ വരെയും വരും. അപ്പം അങ്ങനെ ഒരു നല്ല രസകരമായൊരു സംഭവമാണ് ഇതൊക്കെ. കണ്ട, ഇതുപോലെ നമുക്ക് എപ്പോഴും കിട്ടുന്ന കാര്യങ്ങളല്ലല്ലോ, ഓരോ സീസണബിളായിട്ട് കിട്ടുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുവാനും അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തി നിൽക്കുവാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അതിനൊരു രസമാണ്. പിന്നെ അതിനോടൊപ്പം നമ്മളുടെ ഒരു സമയവും നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കഴിയും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇതുള്ള പുളി കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെ കിട്ടുന്ന കാര്യങ്ങൾ, ഇപ്പോൾ തേങ്ങയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്നത് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ കൂടുതലും കാര്യങ്ങളും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു രീതിയാണ്. ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ വാങ്ങി നമുക്ക് മൊത്തം മായം കലർന്ന കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ വീടുകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇത് പുളിയാണെങ്കിലും എത്രയോ മനോഹരമാണ്. നല്ല ബ്ലാക്കി ആയിട്ടുള്ള ഇത്തരം സൂപ്പർ പുളിയാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ സ്വന്തമായിട്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുമ്പോൾ എത്രയോ സന്തോഷമാണ്.